നീയെല്ലാം മതിയാക്കുന്നെങ്കിൽ മതിയാക്കിക്കോ. പക്ഷേ തുടങ്ങി വെച്ചതൊന്നും അങ്ങനെയൊന്നും നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. ആ കുഞ്ഞിന്റെ വരവ് എല്ലാരും അങ്ങ് ആഘോഷിക്കട്ടെ. മോളെ കീർത്തി, വാതിൽ തുറന്നേ. മോളെ മോളെ വാതിൽ തുറക്ക്. മോളെ 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 കീർത്തി, മോളെ പറയുന്ന കേക്ക്. ഒന്ന് വാതിൽ തുറക്ക്. അമ്മയെ പറയുന്നേ, വാതിൽ തുറക്ക്. കീർത്തി വാതിൽ തുറക്ക്. കീർത്തി വാതിൽ തുറക്ക്. മോളെ മോളെ ചത്തോന്നറിയാനാണോ ഈ വെപ്രാളം? മോളെ, അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഇനി അമ്മ എന്താ പറയാൻ പോകുന്നേ? ഗാഥ ഗർഭിണിയായാലും കുഴപ്പമില്ല, ആദ്യം ആ ഗർഭം ഇല്ലാതാക്കണം, എന്നിട്ട് നവീനെ നിനക്ക് സ്വന്തമാക്കി തരാന്നല്ലേ? അമ്മയുടെ നാണം കെട്ട സംസാരം കേട്ട് തല കുലുക്കി നിന്നതാ എനിക്ക് പറ്റിയ തെറ്റ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടേനെ. നീ എന്തൊക്കെയാ പറയുന്ന മോളെ? നീ എങ്ങോട്ട് പോനാ? കളരിക്കലിന് പുറത്തൊരു ലോകം ഇല്ലേ അമ്മേ? എന്താ എനിക്കതൊന്നും ചേരില്ലേ? ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു ജോലി കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വിദേശത്ത് പോവായിരുന്നു. പക്ഷെ അതൊന്നും അല്ലല്ലോ. നവീന്റെ ഭാര്യ ആവണം, കളരിക്കലെ മഹാറാണി ആവണം, അതായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ തീരുമാനം. ഞങ്ങളുടെ തീരുമാനം ഒന്നും പറയണ്ട. ആഗ്രഹം നിന്റേതായിരുന്നു, ഞങ്ങൾ കൂടെ നിന്നു, അത്രേ ഉള്ളൂ. ഇനിയെങ്കിലും എല്ലാം നിർത്തിക്കോ, അതാ നല്ലത്. പറ്റുമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്, ഇവിടുന്ന് എവിടേക്കെങ്കിലും മാറി താമസിക്കാൻ നോക്ക്. എല്ലാം കൺമുനെ കാണണ്ടല്ലോ. എങ്ങോട്ട് പോകാനാ മോളെ? നമുക്കതിനുള്ള ഗതിയുണ്ടോ? ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ ഗതികേടിന്റെ കഥയും കൊണ്ട് അമ്മ എത്ര നാള് ജീവിക്കും? എല്ലാരും കളിയാക്കുന്നതും ചവിട്ടി കൂട്ടുന്നതും ഒക്കെ ഇതുകൊണ്ടാ അമ്മേ. എന്നെ ആരും ഒന്നിനും വിളിക്കണ്ട, എനിക്ക് മടുത്തു. അവള് ഗർഭിണിയാണ്, അത് സമ്മതിച്ചു. പക്ഷെ അവളാരാ? നമ്മൾ 3 പേരും കണ്ടിട്ടുള്ളതിൽ ഏത് ഗാഥയാ ഗർഭിണിയായിരിക്കുന്നത്? അത് നവീൻ താലകെട്ടി കൊണ്ടുവന്നതാണോ, അതോ നവീന്റെ കൂടെ പിന്നെ പൊറുക്കാൻ വന്നോളോ? അതൊന്നും അറിയണ്ടേ നമുക്ക്? ഒന്നല്ല 10 തവണ അവള് ഗർഭിണിയായാലും അത് പൊളിച്ചെടുക്കാനേ ഈ ഒരു സത്യം കണ്ടുപിടിച്ചാ മതി. നാണമില്ല അമ്മയ്ക്ക്? അവൾ ഏത് ഗാഥയാണെങ്കിലും അവള് പ്രസവിക്കാൻ പോകുന്നത് നവീന്റെ കുഞ്ഞിനെ. നവീന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന അവളിനി കളരിക്കലെ രാജകുമാരിയാ, ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിന്റെ അവകാശി. അത് കണ്ട് അന്തം വിട്ട് നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ. നീയെല്ലാം മതിയാക്കുന്നെങ്കിൽ മതിയാക്കിക്കോ. പക്ഷേ തുടങ്ങി വെച്ചതൊന്നും അങ്ങനെയൊന്നും നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. ആ കുഞ്ഞിന്റെ വരവ് എല്ലാരും അങ്ങ് ആഘോഷിക്കട്ടെ. ആ കുഞ്ഞു വരണോ വേണ്ടയോന്ന് നമ്മൾ തീരുമാനിക്കണം. വരണ്ടാന്ന് നമ്മൾ തീരുമാനിച്ച ആ കുഞ്ഞി ലോകം കാണില്ല. നവീന്റെ ഈ സ്നേഹം എപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ? എന്നെങ്കിലും ഒരിക്കൽ ഞാൻ വേഷം കെട്ടി വന്നവളാണെന്ന് തിരിച്ചറിയുമ്പോ ഇതുപോലെയൊക്കെ പെരുമാറാൻ നവീന് കഴിയോ? ഒരു പക്ഷെ അപ്പ എന്നോട് ചോദിക്കില്ലേ, നിനക്കെന്നെ സ്നേഹിക്കാൻ എന്ത് യോഗ്യതയായിരുന്നു എന്ന്? ചോദിക്കും, എന്നോട് ചോദിക്കാൻ എല്ലാവരുടെ നവലും ചോദ്യങ്ങളുണ്ട്.
ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഈശ്വര, ഇത്രയും വലിയൊരു സന്തോഷം പോലും സങ്കടത്തിന്റെ രൂപത്തിലാണല്ലോ എനിക്ക് സംഭവിക്കുന്നത്. എന്തുപറ്റി? എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ താൻ. ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിൽ പുറകിൽ നിന്ന് വന്നോടാ അല്ലേ? ഇനി ഞാൻ അടുത്തേക്ക് വരുമ്പോ ഞാൻ പുറകിൽ നിന്ന് പേര് വിളിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ട് വരൂ. അമ്മയും ഞെട്ടരുത്, എന്റെ കുഞ്ഞും ഞെട്ടരുത്. അച്ഛൻ, അമ്മ, മുത്തശ്ശി എല്ലാവരുടെയും സന്തോഷം കാണുമ്പോ വല്ലാതങ്ങ് മനസ്സെന്നറിയാം. എടോ, നമ്മൾ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് എത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി അവരുടെ മുന്നിലേക്ക് വന്നാലും അവർക്ക് കിട്ടാത്തൊരു സന്തോഷമുണ്ട്. അവരൊരു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആവുമ്പോൾ അവരനുഭവിക്കുന്നത്. അത് അച്ഛൻ്റെ അമ്മയുടെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും നമ്മൾ അത്രയൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന്. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു. ശരിക്കും തന്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എൻ്റെ അടുത്ത് പറയണ്ട. എനിക്ക് ഒരു പെണ്ണാവാനൊന്നും പറ്റത്തില്ല, പക്ഷേ ഒരു പെണ്ണിന്റെ ഫീലൊക്കെ എനിക്ക് മനസ്സിലാവും. അമ്മയമ്മ പോകുന്നതിൻ്റെ ഒരു ത്രില്ല് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പറ, എന്താ ശരിക്കും തനിക്ക് തോന്നുന്നത്? എന്റെ ഭാഗ്യാണ് നവീന്റെ കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളത്. എന്റെ വിശ്വാസം അതാ. നവൻ ആഗ്രഹിക്കുന്ന, നവൻ ഇഷ്ടപ്പെടുന്നൊരു കുഞ്ഞിനെ നവീന്റെ കയ്യിൽ വെച്ചു തരാൻ എനിക്ക് പറ്റണം. അത്രേ ഉള്ളൂ. ഓക്കെ. അതെ, ഞാനിപ്പോ വരാം. എനിക്ക് ഒന്ന് അമ്മയെ കണ്ടിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് ചിലപ്പോ താൻ മറന്നുപോയ കാര്യമായിരിക്കും. അതെന്താ ഞാൻ മറന്നുപോയ കാര്യം? ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് പറയാം.